ഇന്ത്യക്കാർക്കിടയിൽ വളരെയധികം പ്രചാരമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടാണ്. അഡ്വാൻറ്റേജ്, ഇതിൻ്റെ അകത്ത് മിനിമം ബാലൻസ് നിഷ്കർഷിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്നാൽ നമ്മൾ മിനിമം ബാലൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്. മറിച്ച് അഡീഷണലി നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ബാങ്ക് നമുക്ക് നൽകുന്നുണ്ട്, അതുമായി കണക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം സർവീസും കൂടി എടുക്കാൻ സാധിക്കുന്ന സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് വേണം നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും മികച്ച സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഏതാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ പ്രഥമ എന്ന് പറയുന്ന സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ല എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ നൽകുന്ന ആഡ് ഓൺ സർവീസുകളാണ് ഇവിടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. എടുത്തു പറയേണ്ടത് അൺലിമിറ്റഡ് ക്യാഷ് വിഡ്രോവലാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ അടുത്ത് എടുത്തു പറയേണ്ടത്, ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഹിഡൻ ചാർജുകൾ ഒട്ടനവധിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. SMS ആയിക്കോട്ടെ, RTGS ചെയ്യുമ്പോൾ, IMPS ചെയ്യുമ്പോൾ, NEFT ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സർവീസ് ചാർജുകൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ഇതിൽ 28ഓളം സർവീസുകൾക്ക് ഒരു തരത്തിലുള്ള സർവീസ് ചാർജും ഇല്ല എന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3.5% മുതൽ 4% വരെയാണ്. അതായത് 1,00,000 രൂപയോളം നിക്ഷേപിക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞത്. എത്രത്തോളം എമൗണ്ട് കൂടുന്നു അത്രത്തോളം ഇതിനകത്ത് ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജിൽ മാറ്റം വരുന്നതാണ്. അതേപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ, അതേപോലെ ഇവരുടെ ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ, അതായത് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആയിട്ട് 2,00,000 രൂപയോളം ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ പ്രതിമാസമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് ഇതിലൂടെ നമുക്ക് ലഭിക്കും എന്നത് അഡ്വാൻറ്റേജ് ആണ്. ഇത്രയുമാണ് ഏറ്റവും എടുത്തു പറയേണ്ട IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ പ്രഥമ എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ കേരളത്തിൽ ഉടനീളം അത്യാവശ്യം നമുക്ക് ശാഖകൾ കാണാൻ സാധിക്കുമെന്നത് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമതാണ് ഉത്കർഷ് എന്ന് പറയുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട്, അതായത് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട്. ഇതിനും ചില പ്രത്യേകതകളുണ്ട്. നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സുകൾ നിലനിൽക്കെ മറ്റ് അഡീഷണൽ പ്രത്യേകതകൾ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്യാഷ് വിഡ്രോവൽ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സുകൾ ഒന്നാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത് മിനിമം നമ്മൾ ഓരോ ദിവസവും എത്ര എമൗണ്ട് കീപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. ക്വാർട്ടർലി ആയിരിക്കും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ്. പക്ഷേ ഈ ബാങ്കിനൊരു കുഴപ്പമുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ശാഖകൾ പരിമിതമാണ്, അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊരു ദോഷകരമായ വശം ഈ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ട് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അടുത്തതാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട്. വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സുകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സുകൾ നിലനിൽക്കുകയാണ് ഇതുള്ളത്. അതായത് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർഡ് മുഖേന എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആഡ് ഓൺ ആയിട്ട് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നത് അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ ശാഖകൾ കാണാൻ സാധിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. അടുത്തതാണ് RBLൻ്റെ സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്, അതായത് ഇതിനകത്ത് റുപ്പേ ഡെബിറ്റ് കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്, കാർഡിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സൗജന്യമായി തന്നെ ചെയ്തു തരും. ഇതും എടുത്തു പറയേണ്ടതാണ്. ഇനി ഈ 4 ബാങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ബാങ്ക് അല്ലെങ്കിൽ സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ബാങ്കായിട്ട് പറയാൻ സാധിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്കിനെയാണ്. കാരണം കേരളത്തിൽ അത്യാവശ്യം ശാഖകൾ നമുക്ക് കാണാൻ സാധിക്കും. മികച്ച കസ്റ്റമർ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയധികം ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏറ്റവും മികച്ച ബാങ്കായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്കിനെയാണ്.
അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.